എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ എല്ലാവരും ഡിസംബർ 25 യേശുദേവന്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി ഉണ്ണിയേശു പിറന്നു. പരിശുദ്ധ കന്യാമറിയത്തിനും ജോസഫിനും പരിശുദ്ധാത്മാവിൻ്റെ കടാക്ഷത്തിലുണ്ടായ പുത്രനാണ് യേശു. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവപുത്രൻ ജനിക്കുമെന്നും അവന് യേശു എന്ന് പേരിടണമെന്നും മാലാഖ പ്രവചിച്ചിരുന്നു. യേശുവിൻ്റെ ജനനത്തോടടുത്ത് ആദ്യം ഓടിയെത്തിയത് ആട്ടിടയന്മാരായിരുന്നു. പിന്നീട് നക്ഷത്രത്തെ പിന്തുടർന്ന് കൈനിറയെ സമ്മാനങ്ങളുമായി 3 രാജാക്കന്മാർ അവിടേക്ക് എത്തിച്ചേർന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് ആട്ടിൻപറ്റങ്ങളും കന്നുകാലികളും ഒക്കെയായിരുന്നു. നമ്മുടെ ദൈവപുത്രൻ നമുക്ക് തരുന്ന വാഗ്ദാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വാഗ്ദാനമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഡിസംബർ 1 എന്ന് തുടങ്ങുമ്പോൾ നമ്മൾ 24 ദിവസം നോമ്പും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ദൈവപുത്രൻ്റെ വരവേൽപ്പിനായിട്ട്, ജനനത്തിനായിട്ട് അല്ലേ. നമ്മൾ വീടുകളിൽ സ്റ്റാറുകൾ തൂക്കും, ട്രീ ഒരുക്കും, പുൽക്കൂടൊരുക്കും. അപ്പം നമ്മൾ ട്രീ ഒരുക്കുമ്പോൾ നമ്മൾ വെള്ള, ചുവപ്പ്, പച്ച, സ്വർണ്ണ കളറ്, ഈ ഇത്രയും കളറുകളാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത്. വെള്ള ശാന്തിയെ സമാധാനത്തിനെ സൂചിപ്പിക്കുന്നു, ചുവപ്പ് തിരുരക്തത്തിനെ സൂചിപ്പിക്കുന്നു, പച്ച മരണാനന്തരത്തിനെ സൂചിപ്പിക്കുന്നു, സ്വർണ്ണ നിറം രാജകീയ പദവിനെ സൂചിപ്പിക്കുന്നു. നക്ഷത്രം ജ്ഞാനികളുടെ വരവിനെ നയിച്ച അടയാളമാണ് നമ്മുടെ നക്ഷത്രം. അതിനാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത്. നമ്മുടെ ആഘോഷത്തിനോടൊപ്പം നമുക്ക് പ്രമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത് പരസ്പര സമ്മാനങ്ങൾ കൈമാറുക, സ്നേഹം പങ്കുവയ്ക്കുക, വിദ്വേഷങ്ങൾ മറക്കുക. നമ്മൾ നോമ്പും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഒരുങ്ങി നമ്മൾ ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള കളങ്കങ്ങളും പാപങ്ങളും അതെല്ലാം മാഞ്ഞ് നമ്മൾ നല്ലൊരു മനുഷ്യരായി ജീവിക്കണം. നമ്മുടെ പാപങ്ങളൊക്കെ മാറ്റാനും രോഗങ്ങൾ മാറ്റാനും ഒക്കെയായിട്ടാണ്, നമ്മളെ ചേർത്ത് പിടിക്കാനും ഒക്കെയായിട്ടാണ് ഉണ്ണിയേശുവിനെ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് സമാധാനവും സന്തോഷവും നമ്മുടെ ഉള്ളതിൽ അർഹതപ്പെട്ടവർക്ക് നമുക്ക് കൊടുത്ത് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നല്ലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും വേണ്ടി ആശ്വസിപ്പിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എന്നെ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.